പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. റോഡ് ഷോ മാത്രമാണ് തൃശൂരിലുള്ളത്. അരമണിക്കൂറോളം മോദി റോഡ് ഷോയിലുണ്ടാകും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, പ്രധാനമന്ത്രി തൃശൂരിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഇനി സ്വരാജ് റൗണ്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഇനി റോഡ് ഷോ ആരംഭിക്കുക? അനീഷ, അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും. പ്രധാനമന്ത്രി അല്പസമയം മുമ്പാണ് തൃശ്ശൂരിലെത്തിയത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപാഡിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന സ്വരാജ് റൗണ്ടിന് എനിക്ക് പിറകിലുള്ള ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തും. അദ്ദേഹത്തിന് അവിടെയും വലിയ രീതിയിലുള്ള സ്വീകരണം നൽകും. നമുക്കറിയാവുന്നതുപോലെ വളരെ വർണ്ണാഭമായൊരു റോഡ് ഷോ ആണ് BJP ലക്ഷ്യമിടുന്നത്. അവർ തൃശ്ശൂർ സീറ്റ് ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവരുടെ A ക്ലാസ് മണ്ഡലമായി കരുതുന്ന തൃശ്ശൂരിൽ വലിയ വിഭാഗം വോട്ടുകൾ BJPക്കുണ്ട്. ഇത്തവണ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്മജ വേണുഗോപാലിനെ തന്നെ ഇവിടെ മത്സരിപ്പിച്ചുകൊണ്ട്, നേരത്തെ മറ്റു പല പേരുകളും കേട്ടെങ്കിലും ഒടുവിൽ പത്മജയെ മത്സരിപ്പിച്ചുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടം നടത്താൻ BJP തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പത്മജയ്ക്ക് വേണ്ടിയും മറ്റു വോട്ടർമാർക്ക് വേണ്ടിയും വോട്ട് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ തെക്കേ ഗോപുര നടയ്ക്ക് സമീപമാണ്. ഇവിടെയാണ് വലിയൊരു പുരുഷാരം തന്നെ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. വലിയ തിരക്ക്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ മറുഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് ആയിരക്കണക്കിന് ആളുകളെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. വലിയ സുരക്ഷയാണ് തൃശ്ശൂർ നഗരത്തിലാകെ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. SPGയുടെ നിയന്ത്രണത്തിൽ വലിയ സുരക്ഷ ഈ ഭാഗത്തൊക്കെയുണ്ട്. രാവിലെ 11 മണി മുതൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുകയും ആളുകളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കടത്തിവിടുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ ഈ പൊരിഞ്ഞ ചൂടിൽ, കടുത്ത ചൂടിൽ, വെയിലിൽ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പുറകിൽ കാണുന്ന തൃശ്ശൂർ ജനറൽ ആശുപത്രി പരിസരത്ത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകിയ ശേഷം വാഹനത്തിലായിരിക്കും അദ്ദേഹം, തുറന്ന ജീപ്പിലായിരിക്കും അദ്ദേഹം ഇവിടെയുള്ള പ്രവർത്തകരെയും നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തൂടെ കടന്നു പോവുക. പ്രധാനമന്ത്രിയുടെ കൂടെ തൃശ്ശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലുള്ള BJPയുടെ സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ടോ? അനീഷ, തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് NDA BJP നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മണലൂരിൽ ഇത്തവണ തൃശ്ശൂർ ജില്ലയിൽ മണലൂരിൽ വലിയൊരു പോരാട്ടം തന്നെ ഇത്തവണ BJP നടത്തുന്നുണ്ട്. മുൻ ജില്ലാ പ്രസിഡന്റും നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KK അനീഷ് കുമാർ മണലൂരിൽ വലിയ പ്രചാരണം നടത്തുന്നു. അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് BJP പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നും വിജയിക്കുമെന്നും BJP അവകാശപ്പെടുന്നു. നാട്ടികയിൽ CPIയിലെ കൂടി ഉണ്ടായിരുന്ന CC മുകുന്ദൻ MLA തങ്ങളുടെ പാളയത്തിലെത്തിച്ച് അവിടെയും മത്സരം കടുപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, അതുപോലെ തന്നെ കുന്നംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJPയും ഘടകകക്ഷികളും മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തൃശ്ശൂരിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിലൊക്കെ പല ഭാഗങ്ങളിലും BJPക്ക് നല്ല വോട്ടുള്ളതാണ്. അവിണിശ്ശേരി പഞ്ചായത്ത് ഭാഗങ്ങളിൽ തൃശ്ശൂരിൽ BJPക്ക് വലിയ തരത്തിൽ വോട്ടുകളുണ്ട്. ഇതൊക്കെ തന്നെ കൂടുതൽ വോട്ടുകളായി കൺവേർട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി കഴിയുമെന്ന് BJP കരുതുന്നു. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ എത്തും. റോഡ് ഷോയ്ക്ക് നിമിഷങ്ങൾക്കകം തുടക്കമാകും. അനീഷ, ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.